ഒരുപാട് പോപ്പുലറായ ഒരു ഡിഷാണ് വൈറ്റ് സോസ് പാസ്ത. ഈ വൈറ്റ് സോസ് പാസ്തയെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. വൈറ്റ് സോസ് പാസ്ത റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഇത് പെന്നെ പാസ്ത എന്നാണ് ഇതിന് പറയുക. ഇത് തന്നെ വേണം നിർബന്ധമില്ല കേട്ടോ. നമുക്ക് മക്രോണി വെച്ചിട്ടും ചെയ്യാം, ഏത് പാസ്ത വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് അധികം വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ഞാൻ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വെള്ളത്തിന് ഇത്ര അളവ് എന്നൊന്നുമില്ല, കുറച്ചധികം വെള്ളം തന്നെ വെക്കാം. വെള്ളത്തിൽ ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാനിതിൽ ഓയിൽ ചേർത്തിട്ടില്ല. ചിലർ പാസ്ത വേവിക്കുമ്പോൾ ഓയിൽ ചേർക്കാറുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ ഓയിൽ ചേർക്കാത്തതിൻ്റെ കാരണം, ഓയിൽ ചേർത്താൽ ഈ പാസ്തയുടെ ചുറ്റും ഒരു ഓയിലിൻ്റെ കോട്ടിങ് വരും. അപ്പോൾ ഇത് നമ്മൾ വൈറ്റ് സോസിലിടുമ്പോൾ ആ സോസ് അങ്ങോട്ട് ശരിക്കും അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ പാസ്ത ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്, നന്നായിട്ട് തിളക്കുന്നുണ്ട്. പിന്നെ ഈ പാസ്ത നൂഡിൽസിൻ്റെ പോലെ അത്ര പെട്ടെന്ന് റെഡി ആവില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ വേണ്ടി വരും പാസ്ത ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ പാസ്ത നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡ്രൈൻ ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്കൊരു അരിപ്പയിലേക്കോ എന്തിലേക്കെങ്കിലും മാറ്റിയിട്ട് ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രൈൻ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള, അതുപോലെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ. ഇത്രയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളതും. അപ്പോൾ ഇതെല്ലാം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഇതന്നെ വേണം നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. കോണൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കോണൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ സ്പ്രിംഗ് ഒനിയനൊന്നും നിർബന്ധമില്ല, ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ വേണം നിർബന്ധമില്ല, ഓയിലും എടുക്കാം. പക്ഷെ ഒന്നുകൂടി ടേസ്റ്റ് ബട്ടറാണ്. അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ടും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്താണ് കേട്ടോ. അത് ഞാനൊരു 4 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. എൻ്റേത് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഞാൻ 4 അല്ലി എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞതാണ്. സവാള ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല കേട്ടോ. ഒരു മീഡിയം സൈസ് സവാളയുടെ ഒരു പകുതി അത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ സവാള ഇടണം നിർബന്ധമില്ല. എനിക്കതിടുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് തോന്നും, അതുകൊണ്ട് ഇട്ടതാണ്. പിന്നെ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് കുക്കായി കിട്ടണം. അതുപോലെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ ഒരുപാട് വേവണ്ട, എന്നാൽ അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറിയിട്ട് ആ ഒരു ക്രഞ്ച്നെസ് പോകാനും പാടില്ല. അപ്പോൾ ഇത് നമ്മൾ കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കുക. അപ്പോഴേക്കും അത് കുക്കായിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ വളരെ കുറച്ച് റെഡ് ചില്ലി പൗഡർ, കാശ്മീരി റെഡ് ചില്ലിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ചില്ലി ഫ്ലേക്സും എന്താണെങ്കിലും അത് വളരെ കുറച്ചൊരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ. ഒരുപാട് സ്പൈസി ആവണ്ട. അതിനുശേഷം നമുക്കിനി ഇതിൻ്റെ സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള വൈറ്റ് സോസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും 1 സ്പൂൺ ബട്ടർ കൂടി ഇട്ടിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ബട്ടർ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ബട്ടർ മെൽറ്റായ ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. എത്രയും കുറക്കാൻ പറ്റും അത്രയും കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ മൈദ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ ബട്ടറിലിട്ടും മൈദ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൈദയുടെ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് പോവുകയും ചെയ്യും, പിന്നെ ഈ ബട്ടറുമായിട്ട് നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ പാലിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഞാനിവിടെ 1.5 കപ്പ്
പാലാണ് എടുക്കുന്നത്. 1 കപ്പ് പാസ്തയിലേക്ക് 1.5 കപ്പ് പാൽ എന്നുള്ള അളവിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഈ 1.5 കപ്പിനെ ഒരു 3 ഭാഗമാക്കിയിട്ടാണ് ഒഴിക്കുന്നത്. ആദ്യം ഒരു 1/2 കപ്പ്, പിന്നെ 1/2 കപ്പ്, പിന്നെ ഒരു 1/2 കപ്പ്, അങ്ങനെയാണ്. എല്ലാം കൂടെ ഒഴിച്ചാൽ നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതായത് ഈ മൈദയും പാലും കൂടി നന്നായിട്ട് മിക്സ് ആവണം. കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ പാലും കൂടെ ഒരുമിച്ച് ഒഴിച്ചാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പാൽ ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ സിമ്പിളായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ച പാലും മൈദയും കൂടെ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 കപ്പ് ഒഴിച്ചു, ഇനി ഒരു 1/2 കപ്പും കൂടെ ഒഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള 1/2 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ടുള്ള 1/2 കപ്പ് പാലും കൂടെ ഒഴിക്കാം. ഇപ്പോൾ ഞാൻ പാൽ മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പാൽ ചൂടായി വരും. ചൂടായി വരുന്നതിന് കൂടെ പാലിങ്ങനെ തിക്കായിട്ട് വരാൻ തുടങ്ങും. ആ പാലും മൈദയും കൂടെ മിക്സായിട്ട് അതിങ്ങനെ പതുക്കെ തിക്കായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ഒരു തിക്കായ കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. വേണമെങ്കിൽ ഇനി കുറച്ച് തീ ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ. പാലൊന്ന് പെട്ടെന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തണുത്ത പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടി ഒന്ന് കൂട്ടി വെക്കുക. പിന്നെ വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് തന്നെ ഇടാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒരേ പോലെ തന്നെ ഇളക്കണം എന്നില്ല. പല മോഷനിലായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കുമ്പോൾ ഇത് പാലിങ്ങനെ തിക്കായി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പാൽ അത്യാവശ്യം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ഒരുപാട് തിക്കാവുന്നതിന് മുമ്പ് വേണം നമ്മളിതിലേക്കുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാവുമ്പോൾ നമുക്കിനി ഇതിലേക്കുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. സ്പൈസസ് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വെജിറ്റബിൾസിലും പാസ്തയിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സോസിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി, കുറച്ച് ചേർത്താൽ മതി. അതിനുശേഷം പിന്നെ ഞാനിതിലേക്ക് ഇടുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടിയും ഞാൻ വളരെ കുറച്ച് ഇടുന്നുള്ളൂ. ഈ വൈറ്റ് സോസ് പാസ്ത അത്രയ്ക്ക് സ്പൈസി ആയ ഒരു ഐറ്റം അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ. അതിനുശേഷം കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കാട്ടോ നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി റെഡ് ചില്ലി ചേർക്കുന്നത്. പിന്നെ ഇതാകുമ്പോൾ വലിയ എരിവും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും പാല് വീണ്ടും തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ലാസ്റ്റാണ് പാസ്ത ഇടുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്തയും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാസ്തയുടെ എല്ലാ ഭാഗത്തേക്കും ഈ വൈറ്റ് സോസ് ശരിക്കും ആയി എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്യണം. എല്ലാ പാസ്തയും ശരിക്കും കോട്ട് ചെയ്യണം ഇതിൽ, എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ചൂടോടെ തന്നെ വിളമ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് തണുത്ത് പോയാൽ ഈ പാലൊക്കെ ഒന്നുകൂടെ കട്ടിയായി പോകും. അപ്പോൾ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചൂടോടെ തന്നെ നമ്മളിത് സെർവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനമായിട്ട് ഞാനിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല ചൂടോടെ വിളമ്പാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മക്രോണി വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഈ സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും, കാണാൻ ഒരു മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, സ്കെച്ച് മീഡിയ എന്നുള്ള പേരിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പേജ് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ പേജും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.